എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചയാണ് കേട്ടോ കാണാൻ പോകുന്നത്. ഇന്ന് നമ്മൾ പനാമ കനാൽ ക്രോസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ പനാമ കനാലിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം. ഇത് പസഫിക് ഓഷ്യനും അറ്റ്ലാന്റിക് ഓഷ്യനും തമ്മിൽ കണക്ട് ചെയ്യുന്ന കനാലാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 82 കിലോമീറ്റർ ദൂരമുണ്ട്. എന്നാൽ വളരെ ഇടുങ്ങിയ കനാലാണ്, പക്ഷെ വലിയ പാസഞ്ചർ ഷിപ്പുകളൊക്കെ കടന്നു പോകുന്ന രീതിക്കാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ ഷിപ്പ് ഓൾറെഡി എൻട്രൻസിൽ എത്തിയിരിക്കുകയാണ്. ഇത് കേട്ടോ ഇവിടെ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ റൂമിൽ നിന്ന് കാണിക്കുന്നുള്ളൂ, പുറത്തു പോയിട്ടുള്ള കാഴ്ചകൾ നിങ്ങളെ കാണിക്കാം. ടൂറിസ്റ്റുകൾ ഗസ്റ്റ് എല്ലാം അവിടെ വന്ന് കാണാൻ നിൽപ്പുണ്ട്. ലോക്കിലേക്ക് എൻ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനപ്പം പുറത്ത് ചെന്നിട്ട് നിങ്ങളെ കാണിക്കാം ശരിയായിട്ടുള്ള ദൃശ്യങ്ങൾ. ഓക്കെ, അങ്ങനെ ഞാൻ ഓപ്പൺ ഡെക്കിലേക്ക് വന്നു. ഇത് കണ്ടോ എന്തേരം യാത്രക്കാരാണ് നിൽക്കുന്നത് എന്നുള്ളത്. അതായത് ഈ പനാമ കനാൽ ക്രോസ് ചെയ്യുന്ന കാഴ്ച കാണാൻ വേണ്ടി എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. ഓപ്പൺ ഡെക്കിലേക്ക് വന്നു. അപ്പോൾ അവരെല്ലാം ഇങ്ങനെ നിരന്ന് നിന്ന് ഇങ്ങനെ ഈ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് അവരുടെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിക്കും. ശരിക്കും ഈ ഒരു ചാൻസ് മാത്രമാണ്, ഷിപ്പിൽ യാത്ര ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് പനാമ കനാൽ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എങ്ങനെയാണ് പനാമ കനാൽ നിർമ്മിച്ചിരിക്കുന്നതെന്ന്. അപ്പം നിങ്ങൾക്ക് ഒരു സൈഡിൽ നിന്ന് കാണാം, ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അറ്റ്ലാന്റിക് ഓഷ്യൻ, റൈറ്റ് സൈഡിൽ പസഫിക് ഓഷ്യൻ. അതിനിടയ്ക്ക് ഒരു വലിയൊരു കുന്നാണ് കാണുന്നത്. ആ കുന്നിനെ ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് അപ്പുറത്ത് ചെല്ലാൻ വേണ്ടി. അപ്പോൾ അതിനാണ് ഈ ഇടയ്ക്ക് അവർ ഈ ലോക്ക് കൊടുത്തിരിക്കുന്നത്. ഈ ലോക്കിൽ ഷിപ്പ് കയറ്റി നിർത്തും, ഉയർത്തി കുന്നിൻ്റെ മുകളിൽ കൊണ്ടുവരും. പിന്നെ വാട്ടർ ലെവൽ താത്തി കൊണ്ടുവന്നാണ് അടുത്ത സീ ലെവലിലേക്ക് കൊണ്ടുവരുന്നത്. അതാണ് ഇവിടെ സിസ്റ്റം. അതാണിപ്പം നമ്മൾ നേരിട്ട് കാണാൻ പോകുന്നത്. ഇതുണ്ടോ ഞങ്ങളുടെ ഷിപ്പ് അങ്ങനെ പനാമ കനാൽ ക്രോസ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇതുണ്ടോ ഇതിപ്പോൾ ഈ നമ്മൾ ലോക്കിലേക്ക് എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗമാണ്. ഇതൊരു ഷിപ്പിൻ്റെ ഒരു സൈഡിൽ നിന്നാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് മുന്നേ കാണാം, അതിൻ്റെ ഫ്രണ്ടിൽ നമ്മുടെ ഒരു ഷിപ്പിൻ്റെ ഒരു ഫ്രണ്ടിൽ ആ ലോക്കിനകത്ത് വേറൊരു ഷിപ്പ് നിൽക്കുന്നത്. അത് ഇതിനേക്കാളും ഹൈറ്റിലാണ് നിൽക്കുന്നത്. അവർ ഉയർത്തി നിർത്തേക്കുമാണ്. അത് അടുത്ത സെക്ഷൻ അവർ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ആ ഷിപ്പ് മൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ വെള്ളം താഴ്ന്ന് ഈ ലെവലിൽ വരും. അതിനുശേഷം ആ വെള്ളം താഴ്ന്ന് വന്നതിന് ശേഷം ഈ ഷിപ്പ് അങ്ങോട്ട് ഓടിച്ച് കയറ്റിയിട്ട് ഉയർത്തി ആ ലെവലിൽ കൊണ്ടുവന്നിട്ടാണ് പിന്നെ ഷിപ്പ് അങ്ങോട്ട് മുന്നോട്ട് പോകും, ഹൈറ്റുള്ള ഏരിയയിലേക്ക് പോകുന്നത്. ഇതുകൊണ്ട് ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ഈ രണ്ട് ചെറിയ വാഹനങ്ങൾ ഇവിടെ നിൽപ്പുണ്ട്. അതായത് ടഗ് ചെയ്യാൻ വേണ്ടി ഷിപ്പിനെ. എന്നിട്ട് ഇത് ഈ കനാലിൽ ഷിപ്പിന് കൂടുതൽ ഡാമേജ് ഒന്നും വരാതെ റോപ്പ് ബാലൻസ് ചെയ്തിട്ട് നിർത്തി പതുക്കെ ട്രോളിയിൽ ഷിപ്പ് മൂവ് ചെയ്യുമ്പം അതിനൊപ്പം റോപ്പ് കൺട്രോൾ ചെയ്യുന്ന രണ്ട് ടഗ് മെഷീനുകളാണ് ഇവിടെ നിൽക്കുന്നത്. രണ്ട് മൂന്നെണ്ണം ഉണ്ട്. ഇതുപോലെ തന്നെ മറ്റേ സൈഡിലും ഉണ്ട് കേട്ടോ. രണ്ട് സൈഡിലും ഇങ്ങനത്തെ മെഷീൻസ് ഉണ്ട്. അപ്പോൾ കനാലിൻ്റെ പനാമ കനാലാണ് ഈ കാണുന്നത് കേട്ടോ. 82 കിലോമീറ്റർ ഉണ്ട്. നമ്മളിപ്പോൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഏകദേശം ഒരു 10-11 മണിക്കൂർ എടുക്കും ഇതൊന്ന് ക്രോസ് ചെയ്ത് കഴിയണമെങ്കിൽ പനാമ കനാൽ. അതായത് അറ്റ്ലാന്റിക് ഓഷ്യനും പസഫിക് ഓഷ്യനും തമ്മിൽ കണക്ട് ചെയ്യുന്ന കനാൽ, പനാമ കനാൽ. അപ്പോൾ ഇതാണ് കാഴ്ച. അങ്ങനെ നമ്മുടെ ഷിപ്പിനെ ടഗ് ചെയ്യുന്ന എൻജിൻ ഇത് നിങ്ങൾക്ക് കാണാം. ഇപ്പം പതുക്കെ നമ്മൾ മൂവ് ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ വേണ്ട നമുക്കുള്ള ലോക്ക് ഇവിടെ ഓപ്പണായി. അപ്പം മുമ്പ് നമ്മുടെ മുന്നിൽ നിന്നിരുന്ന ഷിപ്പ് അതിനപ്പുറത്തുള്ള ലോക്കിലേക്ക് പാസ് ചെയ്തു, അവിടെ ബ്ലോക്കാക്കി. അപ്പം നമ്മുടെ ഷിപ്പ് കയറേണ്ട ഭാഗം ഓപ്പൺ ചെയ്തിട്ട് വെള്ളം ഈ ലെവലിലാക്കി. ഇനിയിപ്പം ഷിപ്പ് ഇതിനകത്തേക്ക് ഓടിച്ച് കയറി കഴിയുമ്പം വെള്ളം പമ്പ് ചെയ്ത് അപ്പുറത്ത് നിൽക്കുന്ന ഷിപ്പിൻ്റെ ലെവലിൽ കൊണ്ടുവരും. പുറകിലും ഉണ്ട് കേട്ടോ ഇതുപോലത്തെ ടഗിങ് എൻജിൻ. അവർ ബാക്കിലുണ്ട്, ആ ലെവലിൽ വരുന്നുണ്ട്. ഷിപ്പിനെ മാക്സിമം കൺട്രോൾ ചെയ്യുവാണ് അവർ. ഈ സ്പേസ് ഉള്ള സൈഡിലേക്ക് ഷിപ്പിൻ്റെ റോപ്പ് ടൈ ചെയ്ത് വെക്കുകയാണ്. ഇപ്പം നമ്മൾ ആ ഡോറിൻ്റെ ഒരു ഭാഗത്തെത്തി. ഇതുകൊണ്ട് ഈ കാണുന്ന ഈ മെറ്റൽ ഒരു ഭാഗമുണ്ട്. ഒരു മെറ്റൽ പാർട്ടുണ്ട്. ആ മെറ്റൽ പാർട്ടാണ് ക്ലോസ് ചെയ്യുന്നത്. ഇതുകൊണ്ട് ഇപ്പം നമ്മളിപ്പോൾ അതിൻ്റെ എൻട്രൻസ് നോക്കി ഇതുകൊണ്ടോ. ഇതുണ്ടോ ഇതാണ് ഡോറ്. രണ്ട് സൈഡിൽ രണ്ട് വാതിലായിട്ടാണ്, ഇതായിട്ടാണ്. അപ്പോൾ രണ്ടും കൂടെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം നല്ല ടൈറ്റായിട്ട് ഇവിടെ വെള്ളം ഫില്ല് ചെയ്യും.
അപ്പോൾ ഉണ്ട് ഇവിടെ ഈ വെള്ളത്തിൻ്റെ പാട് നമുക്ക് കാണാൻ താഴെ ഈ ഭാഗത്ത് ആ ലെവല് വാട്ടർ ഫില്ല് ചെയ്യില്ല. അപ്പോൾ അത്രയും ഷിപ്പ് ഉയർത്തിയിട്ടാണ് അടുത്ത സെക്ഷനിലേക്ക് ലോക്കിലേക്ക് കടക്കുന്നത്. പിന്നെ 2 സെക്ഷനായിട്ടാണ് കേട്ടോ തിരിച്ചേക്കുന്നത് ലോക്ക്. ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും 1 വേ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. കാരണം അല്ലെങ്കിൽ ടൈം എടുക്കും, ഭയങ്കര പാടാണ്. കാരണം ഒരു ഷിപ്പിന് കഷ്ടി പോകാനുള്ള സ്പേസാണ് ഇതിനുള്ളത്. അപ്പം ഒരു കാരണവശാലും 2 ഷിപ്പിന് ഒന്നിച്ച് പാസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് 2 ലോക്കായിട്ടാണ്, 2 സെക്ഷനായിട്ടാണ് ഇവർ തിരിച്ചേക്കുന്നത്. ഓക്കെ, ഞാനപ്പോൾ അന്നേരം ഷിപ്പിൻ്റെ പുറകുവശത്ത് വന്നു. നമ്മൾ മുമ്പ് കണ്ട ഡോറ് ഇതാണ്ട് ഈ കാണുന്നു. ഷിപ്പ് കംപ്ലീറ്റ് ഇങ്ങ് പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിപ്പോൾ ക്ലോസ് ചെയ്യുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെ ഇപ്പം ഞാൻ നിൽക്കുന്നത് ഇവിടുത്തെ ഷിപ്പിൻ്റെ ഏറ്റവും ബാക്കിലെ ഡെക്കുകളാണ് ഈ കാണുന്നത്. അതായത് ഇപ്പോൾ ഇവിടെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് തെങ്ങിൻ്റെ ഓലമൊക്കെ വെച്ചിട്ട്. ഇത് ബാറാണ് താഴെ കാണുന്നത്. ഇതൊരു മെയിൻ ബാറാണ് ഷിപ്പിൻ്റെ. അപ്പോൾ ഇത് കരിബീനിൽ വന്നപ്പോൾ ഉള്ള പാർട്ടിക്ക് വേണ്ടി തെങ്ങിൻ്റെ ഓലയൊക്കെ വെച്ച് കെട്ടി ഇത് സെറ്റ് ചെയ്തതാണ്, ഡെക്കറേറ്റ് ചെയ്തിട്ടാണ്. ഓക്കെ, ഇത് ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ഷിപ്പിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇത് ക്ലോസ് ചെയ്യുന്ന കാഴ്ചകളൊക്കെ. വളരെ സമയമെടുത്തിട്ടാണ് ഈ ഡോറ് ക്ലോസ് ആയത്. ഞാൻ പിന്നെ വീഡിയോ അല്പം ഫോർവേഡ് ചെയ്തതാണ്, വളരെ സമയമെടുത്തത് കാരണം. എന്തായാലും ഇത് അടഞ്ഞാൽ ഉടനെ തന്നെ അവർ വാട്ടർ ഫില്ല് ചെയ്ത് ശരിക്കും ഷിപ്പിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഡോർ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് വാട്ടർ ഫില്ല് ചെയ്ത് ഹൈറ്റിലേക്ക് കൊണ്ടുവരും ഷിപ്പ്. അതാണ് ഇവരുടെ സിസ്റ്റം. Einiges an Verkehr gegeben. Das heißt, 6 bis 8 Minuten werden wir dann nur etwa fahren. അങ്ങനെ നമ്മൾ പനാമ കനാലിൻ്റെ ലോക്ക് കഴിഞ്ഞ് വെളിയിലേക്ക് വരുന്ന ഭാഗമാണിത്. ഇതുകൊണ്ട് അപ്പുറത്തൊരു കാർഗോ ഷിപ്പ്, ഒരു ഷിപ്പ് അങ്ങോട്ട് പാസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ ലാസ്റ്റ് ലോക്കിൻ്റെ ഇത് വെയിറ്റ് ചെയ്യുവാണ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി. ഇത് കഴിഞ്ഞാൽ മുന്നേ കാണുന്ന ഓപ്പൺ ഏരിയയിലേക്ക്, കനാലിലേക്ക് നമ്മൾ പോകും. ഗസ്റ്റുകളെല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. എല്ലാവരും കാഴ്ചകൾ കാണാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ്. രാവിലെ മുതൽ, അതായത് ഏർലി മോർണിംഗ് നമ്മൾ ഇതിൽ കനാലിൽ കയറിയതാണ്. അപ്പോൾ അന്നേരം മുതൽ ഗസ്റ്റുകൾ, അവർക്ക് ഇപ്പോൾ പ്രത്യേക ഡ്രിങ്ക്സ് കാര്യങ്ങളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവർക്ക് വന്ന് കാണാനും ഡ്രിങ്ക്സൊക്കെ കുടിച്ചുകൊണ്ട് ഇവിടെ നിന്ന് കാഴ്ചകൾ എൻജോയ് ചെയ്യാനും വേണ്ടി. അപ്പം ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ. അങ്ങനെ നമ്മൾ പനാമ കനാൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലോക്ക് ക്രോസ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓപ്പൺ ഏരിയയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം പനാമ കനാലിലെ കാഴ്ചകൾ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. പലരും കണ്ടിട്ടില്ല ഇതിൻ്റെ സിസ്റ്റം എന്താണെന്നുള്ളത്. അപ്പോൾ ഇതാണ്, ഇങ്ങനെ ഒരു രീതിയിലാണ് ഇവർ ക്രമീകരിച്ചേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും വോയിസ് ഓഫ് കേരളയുടെ ഗുഡ് ബൈ.